അടിമുടി ഭാരത വിരുദ്ധയാണെങ്കിലും പട്ടിണി മുന്നിൽ കണ്ടതോടെ ഭാരതത്തിന് മുന്നിൽ സഹായം തേടി എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഒരു വശത്ത് സഹായം തേടി കൈനീട്ടുമ്പോഴും ഭാരതത്തിനെതിരായ പ്രകോപനങ്ങൾക്ക് കുറവൊന്നുമില്ല. ഭാരതത്തിൻ്റെ മണ്ണ് ബംഗ്ലാദേശിനോട് ചേർക്കണമെന്ന അതിരുവിട്ട ആഗ്രഹമാണ് ഇടക്കാല സർക്കാരിനുള്ളത്. പിന്നാലെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന ശക്തമായ താക്കീത് ഭാരതം നൽകി. സഹായം തേടിയെത്തിയവർക്ക് കൈത്താങ്ങാകാൻ ഭാരതം തയ്യാറാകുമ്പോഴും ഹിന്ദുവേട്ടയുടെ ഭീകരത അരങ്ങുവാഴുകയാണ് ബംഗ്ലാദേശിൽ. ഒരു വശത്ത് ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ. പാകിസ്ഥാനുമായി ചെങ്ങാത്തം ഊട്ടിയുറപ്പിച്ച ശേഷം തുടരെ ഭാരത വിരുദ്ധ പ്രസ്താവനകൾ. ഭാരത മണ്ണ് പോലും ബംഗ്ലാദേശിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന അതിരുവിട്ട ആഗ്രഹങ്ങൾ. അടിമുടി ഭാരത വിരുദ്ധതയാണെങ്കിലും പട്ടിണി മുന്നിൽ കണ്ടതോടെ ഭാരതത്തോട് തന്നെ സഹായം ചോദിച്ചെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ഹിന്ദു ആചാര്യനായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതോടെ ഭാരതവുമായുള്ള ബന്ധവും വഷളായി. ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഭക്ഷ്യധാന്യക്ഷാമം ബംഗ്ലാദേശ് നേരിടുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ബംഗ്ലാദേശ് സഹായം തേടിയെത്തിയതും ഭാരതത്തിന്റെ മുന്നിലാണ്. കുറഞ്ഞ നിരക്കിൽ 50,000 ടൺ അരി നൽകണമെന്നാണ് ഭാരതത്തോട് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ടണ്ണിന് കുറഞ്ഞ നിരക്കായ $456.67 നൽകണമെന്നാണ് അപേക്ഷ. കഴിഞ്ഞ ദിവസം വെറും 7.42 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. പട്ടിണി മുന്നിൽ കാണുന്ന ഗുരുതര സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ്. ഇതോടെ ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഭാരതം തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. സഹായം തേടിയെത്തുന്നവർക്ക് മുന്നിൽ ഭാരതം ഒരിക്കലും വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. അത് ശത്രുരാജ്യമാണെങ്കിൽ പോലും. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിലും ഭാരതം ഭക്ഷ്യധാന്യങ്ങൾ നൽകി സഹായിച്ചിരുന്നു. പക്ഷേ സഹായം തേടി കൈനീട്ടുമ്പോഴും ഭാരതവിരുദ്ധ പ്രസ്താവനകളാണ് ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ് മഹ്ഫൂസ് ആലം പറഞ്ഞത്. ബംഗ്ലാദേശിന് യഥാർത്ഥ സ്വാതന്ത്ര്യവും വിമോചനവും കൈവരിക്കണമെങ്കിൽ നിലവിലെ പരിമിതികളിൽ നിന്നും മോചനം നേടുകയും ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്നുമായിരുന്നു മഹ്ഫൂസ് ആലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടുത്തിടെയുണ്ടായ പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിനെ കൂടുതൽ കാര്യപ്രാപ്തമാക്കുമെന്നും ആലം ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതി. വിവാദ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിന് പിന്നാലെ ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഭാരതം താക്കീത് നൽകി. ഇടക്കാല സർക്കാരുമായും മികച്ച ബന്ധം പുലർത്താൻ ഭാരതം ആഗ്രഹിക്കുന്നതിനാൽ അഭിപ്രായങ്ങളും പൊതുപ്രസ്താവനകളിലും ഉത്തരവാദിത്തം പുലർത്തണമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് മഹ്ഫൂസ് ആലം. അടുത്തിടെ മുഹമ്മദ് യൂനുസിന്റെ വിദേശ സന്ദർശനങ്ങളിൽ മഹ്ഫൂസ് ആലത്തിന്റെ സാന്നിധ്യം ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിനെതിരെ തിരിയുന്ന അതേസമയം തന്നെ പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമവും ബംഗ്ലാദേശ് നടത്തുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി യൂനുസ് നടത്തിയ കൂടിക്കാഴ്ച ഈ നീക്കത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയായ D8 സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 1971 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കണം എന്ന ആവശ്യമാണ് മുഹമ്മദ് യൂനുസ് മുന്നോട്ട് വെച്ചത്. സാർക്ക് രാജ്യങ്ങളുടെ പുനഃസംഘടന നടപ്പാക്കണമെന്ന ആവശ്യം ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചു. G8 രാജ്യങ്ങൾക്കിടെയുള്ള വാണിജ്യ ബന്ധം ശക്തമാക്കുന്നതിനുള്ള തീരുമാനവും സമ്മേളനത്തിലുണ്ടായി. നേരത്തെ ബംഗ്ലാദേശ് D8 സംഘടനയിൽ അംഗമായിരുന്നു. എങ്കിലും കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല. മാറി വന്ന സർക്കാർ തുടരുന്ന തീവ്ര നിലപാടുകളുടെ തെളിവ് കൂടിയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇതിനെല്ലാമിടയിലും ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട തുടർക്കഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ പുരോഹിതനെ കൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തി. നദോറിലെ കാശിംപൂരുള്ള ക്ഷേത്രത്തിൽ വെച്ച് പൂജാരിയായ തരുൺ ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം സമീപത്തുള്ള ശ്മശാനത്തിൽ നിന്നും കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായാണ് തരുൺ ചന്ദ്രദാസ് കൊല്ലപ്പെട്ടതെന്ന് മൃതദേഹത്തിലെ മുറിവുകൾ വ്യക്തമാക്കുന്നു. കാശിംപൂരിലെ ക്ഷേത്രം പൂർണ്ണമായും തകർത്ത അക്രമികൾ വിലമതിക്കാനാകാത്ത വസ്തുവകൾ കൊള്ളയടിച്ചതായി ഇസ്കോൺ കൊൽക്കത്ത ഘടകം വൈസ് പ്രസിഡന്റ് രാധാരമൺ ദാസ് വ്യക്തമാക്കി. ഹൈന്ദവ പുരോഹിതന്റെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ കൊലപാതകം. ഭാരത സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ 2200 അക്രമങ്ങൾ ഈ വർഷം ഡിസംബർ 8 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേസമയം പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 112 ആണ്. വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണക്കുകൾ വിശദമാക്കിയത്.
ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട അതിരൂക്ഷമായി വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 47, 2023 302, 2024 2200 എന്നിങ്ങനെയാണ് ബംഗ്ലാദേശിലെ കണക്കുകൾ. അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന നിരവധി അക്രമങ്ങൾ വേറെയും. ഹൈന്ദവ സമൂഹമടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിലെ യൂണിറ്റ് സർക്കാരിന്റെ ഭരണത്തിൽ സുരക്ഷിതരല്ലെന്ന് വ്യക്തമാകുന്നതാണ് ഈ അക്രമ പരമ്പരകൾ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകൾക്ക് ഭാരതം മുന്നറിയിപ്പ് നൽകിയതായും അതത് രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒഴികെ മറ്റെവിടെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജ്യത്ത് നടക്കുന്ന ഹിന്ദുവേട്ട അടുത്തിടെ ബംഗ്ലാദേശ് ഭരണകൂടം തുറന്നു സംവദിച്ചിരുന്നു. അക്രമികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് യൂണിറ്റ് സർക്കാർ അവകാശപ്പെടുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അതിരൂക്ഷമായതോടെ ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്ക സന്ദർശിച്ച് ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു.